ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് സജൂസ് ഹോംലി ഫുഡ്സ് ആൻഡ് വ്ളോഗ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫുഡിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. മഖ്ലൂബന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ മഖ്ലൂബയുടെ റെസിപ്പി എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 4 വർഷം മുന്നേ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇത്ര ക്ലാരിറ്റി ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ആർക്കും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 2.5 കിലോ ഇന്ത്യ ഗേറ്റ് റൈസിലേക്ക് ഞാൻ ഇത്രയും വെജിറ്റബിൾസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എല്ലാ വെജിറ്റബിൾസും ഞാൻ 1 കിലോയുടെ മേലെ എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ സൈസ് വേണം, വലിയ സൈസ് തിരഞ്ഞെടുക്കുക. വലിയുള്ളി വാങ്ങുമ്പോൾ ഇതുപോലെ ചെറിയത് നോക്കി വാങ്ങിക്കുക കേട്ടോ, വലുത് വാങ്ങിക്കരുത്. പിന്നെ ക്യാപ്സിക്കം നമുക്ക് ഇതിലേക്കൊരു സോസ് വേണം, അതിന് വേണ്ടിയിട്ടാണ്. കോളിഫ്ലവർ ഞാനൊരു 4 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. വലുതാണെങ്കിൽ 3 എണ്ണം മതി. ഇതിലേക്ക് ഇനി 2 പാക്ക് മാഗി ക്യൂബ് വേണം കേട്ടോ. 3 എണ്ണം കാണിച്ചിട്ടുണ്ട്, 2 എണ്ണം മതി കേട്ടോ. കോളിഫ്ലവർ നല്ലോണം ക്ലീൻ ആക്കിയിട്ട് മഞ്ഞൾപ്പൊടിയിൽ ഇട്ടതാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസ് നല്ലോണം കഴുകി ക്ലീൻ ആക്കി വെച്ചതാണ്. ഇനി ഈ വെജിറ്റബിൾസ് നമുക്ക് ഒരു 1/2 ഇഞ്ച് തിക്നെസ്സിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഉരുളൻകിഴങ്ങ്, വഴുതന, ക്യാരറ്റ് ഇതിൽ കാണുന്നില്ല, ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി ഈ വെജിറ്റബിൾസിന്റെ ഈ പാത്രത്തിലോട്ട് തന്നെ അത് മുങ്ങിക്കെടുക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. കുറച്ച് ടൈം വെക്കുമ്പോൾ ആ വെജിറ്റബിൾസിലെ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇനി ആ വെള്ളം ഒഴിവാക്കിയിട്ട് നമുക്ക് ഓരോ വെജിറ്റബിൾസ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഈ വെജിറ്റബിൾസ് ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ സൺഫ്ലവർ ഓയിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ മഖ്ലൂബ. അപ്പോൾ എന്നോട് ആരെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ, ഞാൻ ചെറുതായിട്ടൊക്കെ ഫുഡ് ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് ചിലരൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താണ്. അപ്പോൾ ഞാൻ പറയാറ് മഖ്ലൂബ എന്നാണ്. അപ്പോൾ ചിലർക്കൊന്നും അത് അറിഞ്ഞൂടാ. അപ്പോൾ എന്നോട് അതിന് റെസിപ്പി ചോദിക്കും, യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ. അപ്പോൾ ആ ക്ലാരിറ്റി ഇല്ലാത്ത വീഡിയോ ആകുമ്പോൾ എനിക്കൊരു മടിയാണ് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഒന്നുകൂടെ വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. ക്ലാരിറ്റി ഉള്ള വീഡിയോ ആകുമ്പോഴല്ലേ ഏതൊരാൾക്കായാലും ആ വീഡിയോ ഒന്ന് കണ്ടിരിക്കാൻ തോന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്യാതിരുന്നത്. പുതിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ വെജിറ്റബിൾ ഫ്രൈ ചെയ്ത ഓയിലില്ലേ, അത് കുറച്ച് നമ്മൾ മാറ്റി വെക്കണം കേട്ടോ. അത് നമുക്ക് ആവശ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കനും കൂടെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചിക്കനിൽ ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും മാത്രം ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ പറഞ്ഞിരുന്നില്ല വെജിറ്റബിൾ ഫ്രൈ ചെയ്ത ഓയിൽ, ആ ഓയിൽ എടുത്തിട്ട് കുറച്ച് നമ്മൾ ചെമ്പിലോട്ട് ഒഴിച്ചിട്ട് നമ്മൾ ബസുമതി റൈസ് 1 മണിക്കൂർ നല്ലോണം കഴുകിയിട്ട് 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വെള്ളം നല്ലോണം ഡ്രൈൻ ചെയ്തെടുത്തിട്ട് നമ്മൾ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നമ്മൾ വെജിറ്റബിൾ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഓയിലില്ലേ, ആ ഓയിൽ തന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക. ആ ഓയിലിൽ കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യും ആഡ് ആക്കാം കേട്ടോ. ഞാൻ മുന്നേ ചെയ്ത വീഡിയോയിൽ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. റോസ്റ്റ് ചെയ്ത അരി നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ആ ചെമ്പിലോട്ട് തന്നെ നമ്മൾ കുറച്ചുകൂടെ ഫ്രൈ ചെയ്ത ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇല്ലേ, അത് ചെമ്പിലോട്ട് നിരത്തി വെച്ച് കൊടുക്കുക. നമ്മൾ ഫുള്ളായിട്ട് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കണം എന്നില്ല കേട്ടോ. നമ്മൾ ഗസ്റ്റൊക്കെ വരുന്ന ടൈമാണെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് കുറച്ച് മാറ്റി വെക്കാറുണ്ട്. എന്നിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന ടൈമിൽ ഫുഡിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ഭംഗിക്ക് വേണ്ടി വെക്കാറുണ്ട്. അല്ലെങ്കിൽ ഫുള്ളായിട്ട് വെജിറ്റബിൾസ് നമ്മൾ ഇതിൽ വെക്കാറുണ്ട് കേട്ടോ. വെജിറ്റബിൾസ് ഫുള്ള് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വെജിറ്റബിൾസ് ഫ്രൈ ചെയ്ത വെജിറ്റബിൾസിൻ്റെ ഫുള്ള് ടേസ്റ്റും ആ റൈസിൽ പിടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ വെജിറ്റബിൾസും റൈസും കൂടെ മിക്സ് ആയിട്ട് വരും. അല്ലെങ്കിൽ നമുക്ക് വെജിറ്റബിൾസ് വേറെ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെജിറ്റബിൾസ് നമ്മൾ മാറ്റി വെക്കുക. അങ്ങനെ നമ്മൾ വെജിറ്റബിൾസ് നിരത്തി വെച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനും കൂടെ അതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് ഇല്ല, അത് ഇതിന് മേലെ ഇട്ട് കൊടുക്കുക. നമ്മൾ വെജിറ്റബിൾസ് ഫ്രൈ ചെയ്യുന്ന ടൈമിൽ ഇതിലേക്കുള്ള വെള്ളം ഇവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 1:2 എന്ന അളവിലാണ് നമ്മൾ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ വെള്ളത്തിലോട്ട് ഞാനൊരു 2 പാക്കറ്റ് മാഗി ക്യൂബ്, 2 പാക്കറ്റ് എന്ന് പറയുമ്പോൾ 4 ക്യൂബ്സ് ഉണ്ടാവും. പിന്നെ 5 ഏലം, 5 ഗ്രാമ്പു, 2 ചെറിയ പീസ് പട്ട, 3 ഡ്രൈഡ് ലെമൺ, 1/2 ടീസ്പൂൺ അറബി മസാല, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഈ വെള്ളത്തിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൽ ഉപ്പ് ചേർക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മാഗി ക്യൂബ് ആഡ് ആക്കിയില്ല, അതിൽ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും. പിന്നെ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് കുറച്ച് കൂടുതലായിട്ട് മുന്നിട്ട് നിൽക്കണം ഉപ്പ്, എന്നാലാണ് നമ്മുടെ റൈസിൽ ഉപ്പ് പിടിക്കുകയുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മളിത് ഒന്ന് അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്യുക.
കവർ ചെയ്തതിന് ശേഷം അതിന് മേലെ ഒരു തട്ട് വെച്ച് കൊടുക്കുക. ഈ ചെമ്പിൻ്റെ തട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 3/4 മണിക്കൂർ വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ റൈസ് ഇതാ പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. ഞാനിതൊന്ന് മിക്സ് ചെയ്യാണ്. ശരിക്കിത് നമ്മളിങ്ങനെ മിക്സ് ആക്കുകയല്ല കേട്ടോ വേണ്ടത്. ഇതൊരു വലിയൊരു തട്ടിലോട്ട് നമ്മൾ കമഴ്ത്തി വെക്കാറാണ്. മഖ്ലൂബ എന്ന് പറയുമ്പോഴ് അങ്ങനെയാണ് ശരിക്ക് ചെയ്യാറ്. എന്നാലും നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ മേലെ ഇങ്ങനെ കാണിക്കുള്ളൂ. ഇത് വലിയൊരു പാത്രത്തിലല്ലേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് കമഴ്ത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഈ റൈസ് ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കുന്നത് ട്ടാ. ഇതാണ് മഖ്ലൂബ റൈസ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റുള്ള ഫുഡാണ് ട്ടോ. കഴിച്ചവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, കമന്റ് അയക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.